ആ ചേട്ടാ നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, നിങ്ങളുടെ കടയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പ്രോഡക്റ്റ് ഏതാണ്? ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗസ് ഓഫാങ്ങിയുണ്ട്. നമുക്ക് അതിൻ്റെതായ ഈ എന്താ പറയുക ഈ പരവാസോലി വെച്ചാൽ നടക്കുന്നതുകൊണ്ട് ഇപ്പം കൂടുതൽ ഫാനുകളാണ് പോകുന്നത്. അപ്പോൾ ഫാനുകൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഒന്ന് BLDC ഫാനുകളാണ്. ഓക്കെ. BLDC ഫാൻ എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് ചാർജ് തീരെ കുറവാണ്. ശരി. നേരത്തെ ഉപയോഗിക്കുന്നത് 70 വാട്ട്സ് ആണെങ്കിൽ ഇപ്പോൾ അത് 28-30 വാട്ട്സിലേക്ക് വരത്തുള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ലൂക്കർ ചെയ്യുന്നുണ്ട്. അതെ, ലൂക്കർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രോംഡൺ, വി-ഗാർഡ്, ഓറിയന്റ്, അങ്ങനെ നിരവധിയായിട്ട് ഫാനുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ. ഇതാണ് ലൂക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ ഫാനാണിത്. ഇതാണല്ലേ? അതെ. ബ്ലാക്ക് ആണ്. കറണ്ട് തീരെ കുറവാണ്. അതായത് 28 വാട്ട്സേ വരത്തുള്ളൂ. നോർമലി നമ്മൾ വരുന്നത് ഫാനുകൾ എന്ന് പറയാൻ പഴയ ഫാനുകൾ വരുന്നത് ഒരു 70 വാട്ട്സിന് മേഖല വരുമായിരുന്നു. ഇപ്പൊ അത് കറണ്ട് ചാർജ് നല്ലപോലെ ലാഭിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. ഇതിന്റെ ഇലകളാണ്. ഇതിന്റെ ലീഫ് ഇതാണ്, ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലതാണ്. ഒരുപാട് പോകുന്ന ഐറ്റം ആണിത്. ആണല്ലേ? ഓക്കെ. ഇതിന്റെ സ്വിച്ചുകൾ ഒന്ന് കാണിക്കാം. സ്വിച്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് ചെയ്യുന്നത് എല്ലാൻഡ് ചെയ്യുന്നുണ്ട്, സ്നൈഡർ ചെയ്യുന്നുണ്ട്, കളേഴ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വി-ഗാർഡ് ഉണ്ട്. ഏകദേശം എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ഇത് എല്ലാൻഡിന്റെ സ്വിച്ചുകളാണ്. അതുപോലെ തന്നെ പിന്നെ ഇത് നമുക്ക് കളേഴ്സിന്റെ ആണ്. അതും കൂടുതലായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു 8 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. കംപ്ലൈന്റുകൾ കുറവാണ്. ഇപ്പറേ കാണുന്ന സ്വിച്ച് ഏതാണ്? അതെ, അത് സ്നൈഡർ എന്ന് പറയും. സ്നൈഡർ അല്ലേ? അതെ. സ്നൈഡറും നല്ല എന്താ പറയാ ബ്രാൻഡഡ് കമ്പനി, ഇന്റർനാഷണൽ കമ്പനിയാണ്. നല്ല മാർക്കറ്റിലുള്ള കമ്പനിയാണ്. സാറേ, ഓഫർ ഒന്നുമില്ലേ? ഉണ്ട്. അതായത് ഒരു ട്യൂബ് ഒരു ബൾബും കൂടെ 150 രൂപ നമ്മൾ വിൽക്കുകയാണ് ഇപ്പൊ ഓണം പ്രമാണിച്ച്. അതൊന്ന് കാണിച്ചേ. ബ്രാൻഡഡ് ഐറ്റം ആണിത്. ഒരു ബൾബും അതിൻ്റെ കൂടെ കൊടുക്കുന്നത് 150 രൂപ കൊടുക്കുന്നുണ്ട്. സാർ, ഈ നമ്മുടെ കസ്റ്റമർക്ക് വരാനുള്ള വഴികളൊന്ന് പറയുമോ? ഇത് പാരപ്പള്ളി ജംഗ്ഷൻ എന്നുണ്ട്. നേരെ വടക്കോട്ട് വരണം. ഒരു 200 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. രാജ ഇലക്ട്രിക്കൽസ്. ഓക്കെ. ഇതാണ് രാജ ഇലക്ട്രിക്സ് ആണ്.